കോഴിക്കോട് ഷഹബാസ് കൊലപാതകത്തിൽ പ്രതികളുടെ രക്ഷകർത്താക്കളെ പ്രതി ചേർക്കില്ല. അടുത്ത മാസം കേസിൽ കുറ്റപത്രം സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. മെയ് അവസാനത്തോടെ ഇവർക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത് ഒഴിവാക്കാനാണ് തീരുമാനം. നിലവിൽ 6 വിദ്യാർത്ഥികളാണ് കുറ്റാരോപിതരായി വെള്ളിമാട് കുന്നിലെ ഒബ്സർവേഷൻ ഹോമിൽ കഴിയുന്നത്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഈ കൊലപാതകത്തിലേക്ക് നയിച്ച സംഭവത്തിൽ പല കുട്ടികളുടെയും രക്ഷിതാക്കൾക്ക് പങ്കുണ്ട്, അവർക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്ന നിരീക്ഷണത്തിലേക്കും വിലയിരുത്തലിലേക്കുമൊക്കെ എത്തിയിരുന്നു. പക്ഷേ ഇപ്പോഴെന്താണ് മനസ്സിലാക്കുന്നത്? ഇതിൽ കുട്ടികൾ മാത്രമായിരിക്കും കുറ്റക്കാർ എന്നാണോ? തീർച്ചയായും അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഷഹബാസിന്റെ കുടുംബം ആരോപിച്ചത് ഈ കുറ്റ പശ്ചാത്തലമുള്ള അല്ലെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ചില രക്ഷകർത്താക്കൾ ഈ കുട്ടികളുടെ ഇത്തരം കാര്യങ്ങൾക്ക് പിന്തുണ നൽകിയിരുന്നു. നെഞ്ചക്കടക്കമുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഈ കൊല നടത്തിയത്. അതുകൊണ്ട് ഇത്തരം സാധാരണ കുട്ടികൾക്ക്, ഈ 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇത്തരം ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിന് പരിശീലനമോ അല്ലെങ്കിൽ ആയുധങ്ങൾ ലഭ്യമാകുന്നതിനൊരു സാഹചര്യമോ ഉണ്ടാവില്ല. പക്ഷേ അവരുടെ രക്ഷകർത്താക്കളിൽ നിന്നും ഈ ആയുധം ലഭിച്ചു. ഒപ്പം ഇത്തരം കാര്യങ്ങളിൽ ഒരു പ്രോത്സാഹനം ചിലരുടെ രക്ഷകർത്താക്കളെങ്കിലും നൽകിയിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. ഒപ്പം ഈ സംഘർഷം നടന്ന സ്ഥലത്തും ചില ആളുകളുടെ സാന്നിധ്യമുണ്ടായിരുന്നു, മുതിർന്ന ആളുകളുടെ സാന്നിധ്യമുണ്ടായിരുന്നു എന്ന് കുടുംബം ആരോപിക്കുകയും ചെയ്തു. എന്നാൽ ഈ വാദങ്ങൾ പോലീസ് പൂർണ്ണമായി തള്ളുകയാണ്. നിലവിൽ നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധിച്ചാൽ ഇത്തരത്തിൽ ഈ മുതിർന്നവരുടെ പങ്ക് തെളിയിക്കുന്ന യാതൊരു തെളിവുകളും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് മുതിർന്നവരെ കേസിൽ പ്രതി ചേർക്കില്ല എന്നാണ് ഈ പോലീസ് പറയുന്നത്. കഴിഞ്ഞ മാർച്ച് 1-നാണ് ഈ ഷഹബാസിന്റെ മരണം നടക്കുന്നത്. അതുകൊണ്ട് 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ സ്വാഭാവികമായ ഒരു ജാമ്യം ലഭിക്കാൻ ഈ കുറ്റാരോപിതരായ കുട്ടികൾക്ക് അർഹതയുണ്ട്. അതുകൊണ്ട് 1-2 ആഴ്ചക്കുള്ളിൽ ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതിനുള്ള അല്ലെങ്കിൽ മാർച്ച് ഒരു പകുതിക്കുള്ളിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കുന്നതിനുള്ള നീക്കങ്ങളുമായാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. ഇതിനകം CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചിരുന്നു. കുറ്റത്തിൽ ഉൾപ്പെട്ടിരുന്ന കുട്ടികൾ, ഈ ഷഹബാസിനൊപ്പം ഉണ്ടായിരുന്ന കുട്ടികളുടെയും പ്രതികളുടെയും ഒക്കെ മൊഴിയെടുത്തു. ചൂഷ് സെന്ററിൽ ആദ്യം ഈ സെൻഡ് ഓഫ് പാർട്ടിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന കുട്ടികളുടെ മൊഴി രേഖപ്പെടുന്നതൊക്കെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കഴിയുന്നു. പക്ഷേ ഈ മെറ്റയിൽ നിന്നും ചില വിവരങ്ങൾ ലഭിക്കാൻ താമസമുള്ളതാണ് ഒരു പ്രധാന തിരിച്ചടി അല്ലെങ്കിൽ ഈ കുറ്റപത്രം നൽകുന്നതിന് ഒരു കാലതാമസത്തിന് കാരണമായി മാറുന്നത്. പ്രത്യേകിച്ചും ഇൻസ്റ്റാഗ്രാം വഴി ഈ കുട്ടികൾ ആദ്യം പരസ്പരം പോർവിളി നടത്തിയിരുന്നു. ഇതിനുശേഷം പിന്നീട് കൊലപാതകത്തിന് ശേഷവും ഈ കൊല ചെയ്താൽ വലിയ കുറ്റകൃത്യം ഉണ്ടാവില്ല അല്ലെങ്കിൽ വലിയ ശിക്ഷ ഉണ്ടാവില്ല, താൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും തുടങ്ങിയ പലതരത്തിലുള്ള പോർവിളികൾ ഉയർന്നിരുന്നു. ഇത്തരം ഈ സംഭാഷണങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ മെറ്റയോട് ചോദിച്ചെങ്കിലും ആ വിവരങ്ങൾ മെറ്റയിൽ നിന്ന് ലഭ്യമായിട്ടില്ല. ആ തെളിവുകൾ കൂടി ചേർത്ത് വേണം ഈ കുറ്റപത്രം സമർപ്പിക്കാൻ. എന്തായാലും അത് വൈകാതെ ലഭ്യമാകും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. 2 തവണ ഈ ജാമ്യ ഹർജി നൽകിയിരുന്നു കുറ്റാരോപിതരായ കുട്ടികൾ. ഒന്ന് ഈ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിലും പിന്നീട് ജില്ലാ കോടതിയിലുമാണ് നൽകിയത്. ഈ 2 തലത്തിലും ജാമ്യ ഹർജികൾ തള്ളിയ സാഹചര്യത്തിൽ ഹൈക്കോടതിയിൽ ജാമ്യത്തിനായി സമീപിക്കാനുള്ളൊരു നീക്കവും ഈ കുറ്റാരോപിതരായ കുട്ടികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് ഈ സ്വാഭാവികമായ ജാമ്യത്തിനുള്ളൊരു അവസരം ഇല്ലാതാക്കാൻ തന്നെയാണ് പോലീസ് ശ്രമിക്കുന്നത്. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് MS അനീഷ് കുമാർ നൽകിയത്.